ഹലോ ആൻഡ് വെൽക്കം ടു ബൈ ലിങ്കൽ വിത്ത് സ്നേക്. എന്റെ ചാച്ചൻ മരിച്ചിട്ട് ഈ സെപ്റ്റംബറിൽ 3 കൊല്ലം പോവാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഗ്രീവിംഗ് പ്രോസസ് ആണ്, വിച്ച് ഈസ് ഫുള്ളി യുണീക്ക് ആൻഡ് പെയിൻഫുള്ളി യൂണിവേഴ്സൽ. ഫുള്ളി യുണീക്ക് because each person's journey is distinct. And we all know grieving is a highly individual experience. There is no right or wrong way to grieve. My story is painfully universal because, yes, despite our individuality, we share a common humanity. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സ്റ്റോറിയിലെ ചില കാര്യങ്ങൾ ഗ്രീവിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഗ്രീവിങ്ങിന് കുറെ സ്റ്റേജസ് ഉണ്ട്, നമ്മൾ ആ സ്റ്റേജസിലൂടെ ഒക്കെ കടന്നു പോകുമെന്ന്. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കാണ് ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ നമ്മൾ കടന്നു പോകുന്നു എന്ന് പറയുന്ന ആ സ്റ്റേജസ് ഈ മരിക്കുന്ന ആളും കടന്നു പോകുന്ന അതേ സ്റ്റേജസ് ആണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലായേക്കാം എന്തുകൊണ്ടാണ് മരിക്കുന്ന ആളും ചിലപ്പോൾ അതേ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുവെന്ന്. ഞാൻ വായിച്ചപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നാൻ കാരണം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിനയലാണ്. ഡിനയൽ പ്രോസസ്സ് എന്റെ കാര്യത്തിൽ വളരെ ട്രൂ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയുന്ന കാര്യം എനിക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ അവർക്കും എങ്ങനെയാണ് ഈ സ്റ്റേജ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. കാരണം ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊരു ഡെഡ്ലി ഡിസീസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂറബിൾ അല്ലാത്തൊരു ഡിസീസ് ആണ്, നിങ്ങൾ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ മേ ബി ഡിനയൽ ആയിരിക്കാം. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന എനിക്കുണ്ടായ റിയാക്ഷൻ. ഐ വാസ് ടോട്ടലി നം. അത് എന്റെ കാര്യത്തിൽ കുറെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും. എന്താ പറയുന്നേ, ഞാൻ ആ നമ്മായ പ്രോസസ്സ് ആക്ച്വലി എന്നെ കുറച്ച് സഹായിച്ചിട്ടുണ്ട് എന്റെ ആ ഗ്രീവിംഗ് ജേർണിയിൽ. എന്റെ ചാച്ചൻ മരിക്കുമ്പോൾ എന്റെ ചാച്ചൻ നാട്ടിലായിരുന്നു, ഇന്ത്യയിലായിരുന്നു, ഞാൻ അമേരിക്കയിലായിരുന്നു. അപ്പൊ എനിക്കൊരു വിസയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് വിസ ഇല്ലായിരുന്നു ഇന്ത്യയിൽ പോകാനുള്ള, എനിക്ക് അമേരിക്കൻ പാസ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്റെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇന്ത്യയിലോട്ട് പോകാനുള്ള വിസ കിട്ടിയത്. ഞാൻ എന്റെ വിസ ഓൾറെഡി അപ്ലൈ ചെയ്ത് എന്റെ പാസ്പോർട്ട് എംബസിയിലായിരുന്നു. എനിക്കൊരു ഗട്ട് ഫീലിംഗ് തോന്നി എനിക്ക് എന്റെ ചാച്ചനെ കാണണമെന്ന്. അങ്ങനെയാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇൻ ദ മെയിൻ ടൈം ഞാൻ എന്നും ഈ എംബസിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എനിക്ക് വിസ എന്റെ റെഡി ആവുമോ, എനിക്ക് ചാച്ചനെ കാണാൻ പോകണം. ഞാൻ ആ സമയത്തൊക്കെ എന്റെ ചാച്ചൻ അങ്ങനെ വയ്യായി ഒന്നും ഭയങ്കരമായിട്ടില്ലായിരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞൊക്കെയായിരുന്നു വിളിക്കുന്നത്. പക്ഷെ അവരൊരു റെസ്പോണ്ട് എനിക്ക് തന്നിരുന്നില്ല. പക്ഷേ ദ മൊമെന്റ് ഐ ഗോട്ട് എ ഫോൺ കോൾ ഫ്രം മൈ ബ്രദർ സെയിങ് ദാറ്റ് മൈ ഡാഡ് പാസ്ഡ്, പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. ആ ദിവസം ഒന്നും ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. അല്ല, കുറെ സമയത്തേക്കെങ്കിലും ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര നമ്മായിരുന്നു. ഐ വാസ് വെരി പ്രാക്ടിക്കൽ. പെട്ടെന്ന് തന്നെ എനിക്ക് നാട്ടിൽ പോകണം, അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാൻ അതിന്റെ പ്രോപ്പർ വേയിലാണ് ചിന്തിക്കുന്നത്. ഈ എന്താ പറയുന്നത്, അതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസമൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് എംബസിയിൽ വിളിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഓക്കെ നാട്ടിൽ പോകണമല്ലോ, അതിനെന്തൊക്കെ ചെയ്യണം, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഈ എംബസിയിൽ പോയപ്പം കുറെ ഞാൻ നേരത്തെ പറഞ്ഞാലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അമേരിക്കയിലുള്ള ന്യൂയോർക്കിലുള്ള എംബസിയിലാണ് ഞാൻ പോയത്. അവർ പറഞ്ഞു ഹിന്ദിയിൽ സംസാരിച്ചാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഒരു ഷോക്കായിട്ടുള്ള സ്റ്റേജിലാണ്. എനിക്ക് ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നന്നായി സംസാരിച്ചിരുന്ന ഒരു ഭാഷയാണ്. പക്ഷെ ഒരുപാട് നാളെ എന്റെ ടച്ച് വിട്ടു പോയിട്ട്. പക്ഷെ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ സംസാരിക്കുവാണ്. ഈ ഒരു സിറ്റുവേഷനിൽ വരെ 6 മണിക്കൂർ അവർ ഡിലേ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ ലിറ്ററലി ഈ ഓഫീസർ, എനിക്ക് വിസ അടിച്ചു തരേണ്ട ഓഫീസർ എന്റെ മുന്നിൽ കൂടെ, ഞാൻ ആ എംബസിയുടെ മുന്നിൽ ഇരിക്കുവാണ് വിസയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ മുന്നിൽ കൂടെ ഞാൻ ഓൾറെഡി എന്റെ കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് ബെഗ് എന്നുള്ള പറഞ്ഞതാണ്. ദിസ് ഇസ് വാട്ട് മൈ സിറ്റുവേഷൻ ആൻഡ് ദിസ് ഇസ് മൈ ഡോക്യുമെന്റ്സ്. എന്റെ പാസ്പോർട്ട് ഓൾറെഡി അകത്തിരിപ്പുണ്ട്. പക്ഷെ ഇയാൾ എന്റെ മുന്നിൽ കൂടെ നടക്കാൻ പോകുന്നു, ജോഗിങ്ങിന് പോകുന്നു. നിങ്ങൾ ഇവിടെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇപ്പം ഞാൻ ലിറ്ററലി ആ എംബസിയുടെ മുന്നിൽ തന്നെ ഇരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അയാൾക്ക് ഒരു അരോചകമായി തോന്നിയത് കൊണ്ട് അവസാനം അയാൾ സഹി കെട്ടി എനിക്ക് വിസ തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ അയാൾ ബുദ്ധിമുട്ടിപ്പിച്ചു. ഈവൻ ദോ എന്റെ ജെന്യൂൻ റീസൺ ആണ്, എനിക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ പോലും ഈ പുള്ളി നല്ല സുഖമായി, ഞാൻ ഈ ജോഗിങ്ങിനൊക്കെ പോയി നടന്ന ഈ മനുഷ്യൻ തന്നെയാണ് 6 മണിക്കൂറിന് ശേഷം ഈ മനുഷ്യൻ വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് വിസ എനിക്ക് തരുവാണ്. അപ്പൊ ഈ സമയത്തൊക്കെ എന്റെ ഈ നമ്മിങ് സ്റ്റേജ് കാരണം ഞാൻ വളരെ എന്താ പറയുന്നേ, ഞാൻ ദേഷ്യപ്പെടുവോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വളരെ കാമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു കാര്യം നടക്കണം, അങ്ങനെ മാത്രമേ അപ്പോൾ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വേറൊരു സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്താ പറയുന്നത്, അൺഫെയർനെസ് ആണ് എനിക്ക് സംഭവിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഞാൻ അധികം റിയാക്ട് ചെയ്യാതിരുന്നത് എന്റെ ആ നമ്മിങ് സ്റ്റേജിൽ ഞാൻ കടന്നു പോയിട്ടാണ്. ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് കൂടുതൽ പൈസ ആവശ്യപ്പെട്ടു. പൈസ കൊടുത്തതിനൊന്നും രേഖയില്ലായിരുന്നു. പൈസ ആയിട്ടാണ് ആവശ്യപ്പെട്ടത്, അല്ലാതെ രേഖയൊന്നും തരത്തില്ല. അങ്ങനെ പൈസ കൊടുത്തു. എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ചാച്ചനെ കാണണം. അപ്പൊ അങ്ങനെ ഞാൻ വിസ ശരിയായി. ഫസ്റ്റ് ടൈം എനിക്ക് ഒരു ഷോക്കായി വന്നത് അന്ന് വൈകുന്നേരം വീട്ടിലൊരു പ്രയറിന് വേണ്ടിയിട്ട് അച്ഛൻ വന്നു. അപ്പൊ അത് ഫസ്റ്റ് ടൈം അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, ഈ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഐ വാസ് റിയലൈസിങ്
എന്റെ ചാച്ചൻ സത്യത്തിൽ മരിച്ചു. ലൈക്ക് അതുകൊണ്ടാണല്ലോ ഒരാൾ മരിച്ച ആൾക്കൊണ്ടുള്ള ഈവൻ ദോ ഞാൻ ഈ പറഞ്ഞ പേപ്പർ വർക്ക് ഒക്കെ ചെയ്തത് ചാച്ചനെ കാണാനായിട്ടാണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് പൊട്ടിക്കരഞ്ഞത് അപ്പോഴാണ്. എനിക്ക് എന്റെ ചാച്ചൻ ശരിക്കും മരിച്ചു. ഞാൻ നാട്ടിൽ എത്തിയപ്പോൾ, പക്ഷെ എഗെയിൻ നാട്ടിലെത്തിയപ്പോൾ എന്റെ ഒരു ഫ്രണ്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. ഫ്രണ്ട് വെയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എയർപോർട്ടിൽ നിന്ന് 6 മണിക്കൂർ പോലും കാറിൽ യാത്ര ചെയ്യണം എന്റെ വീട്ടിലെത്താൻ. ഈ സമയം അത്രയും ഞാൻ പെട്ടെന്ന് കാറിൽ കയറിയപ്പോൾ ഓർത്തത് എന്റെ ഫ്രണ്ടിനെ എന്നോട് മിണ്ടാൻ ഒരു മടി. ബിക്കോസ് ഓഫ് കോഴ്സ് ഒരു എന്താണ് മിണ്ടേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു മടി. അപ്പൊ ഞാൻ വേഗം ചിന്തിച്ചത് ഈ 6 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മാത്രമാണ്. അത് എന്തുമാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ കാര്യം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് വെറുതെ ഞാൻ എന്തിനാ ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ 6 മണിക്കൂർ ആ സ്ഥലത്തെ പൊളിറ്റിക്സ്, ഇപ്പത്തെ പുതിയ നടന്ന കാര്യങ്ങളാണ് സംസാരിച്ചത്. പിന്നെ ഞാൻ അഗെയിൻ വീട്ടിലെത്തി. ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്യുവാണ്, ഇത്രയും നാൾ ഞാൻ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല. ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പോഴാണെങ്കിലും ഒരു കൊല്ലത്തിലൊന്നൊക്കെ വീട്ടിൽ വരത്തുള്ളൂ. ജോലി ചെയ്ത് ഡൽഹിയിലാണ്. അപ്പോഴും ഞാൻ വല്ലപ്പോഴും വീട്ടിൽ വരത്തുള്ളൂ. ഒരു കൊല്ലത്തിലൊന്നേ വീട്ടിൽ വരത്തുള്ളൂ. എപ്പം ഏത് സമയത്ത് 3 മണിക്കോ രാവിലെ 3 മണിക്കോ 12 മണിക്കോ ട്രെയിനൊക്കെ എത്തി നമ്മൾ വീട്ടിലെത്തിയാലും എന്റെ ചാച്ചനുണ്ടാവും ആ കസേരയിൽ വെയിറ്റ് ചെയ്ത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ വാസ് റിയലൈസിങ് ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ആ പ്രസൻസ് ആണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്ന അപ്പോഴാണ്. ലൈക്ക് ആ പ്രസൻസ്, ലൈക്ക് ഐ ജസ്റ്റ് നീഡ് ദാറ്റ് പ്രസൻസ്. എനിക്ക് വേണ്ടിയിട്ട് ആ വെയിറ്റ് ചെയ്യുന്ന ആ പ്രസൻസ് എനിക്ക് ഒരുപാട് മിസ് ചെയ്തു. എഗെയിൻ ഞാൻ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ എനിക്ക് അറിയത്തില്ല, എഗെയിൻ ഞാൻ ഈ നമ്മിങ് സ്റ്റേജിലൂടെ കടന്നു പോവാണ്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്യുവാണ്, ആദ്യമായിട്ട് എന്റെ ചാച്ചൻ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പിന്നെ അകത്ത് കയറി. പിന്നെ ചാച്ചൻ 1 മണിക്കൂർ നേരത്തേക്ക് വ്യൂവിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ചാച്ചനെ അവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ലിറ്ററലി എനിക്ക് ചാച്ചനെ നോക്കാനുള്ള ഒരു ശക്തി എനിക്കില്ലായിരുന്നു. ഞാൻ ചാച്ചനെ നോക്കിയിട്ടില്ല. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചാച്ചന്റെ, കാരണം ചാച്ചൻ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടില്ല, ഞാൻ ചാച്ചനെ നോക്കിയിട്ടില്ല. While I was going through this grieving process, one of the hardest lesson I learned is that especially in this country like USA, people are hesitant to talk to people who are grieving. So I think it's probably because of people are wondering what to say, what not to say to a grieving person. നമുക്കൊന്നും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ്, നല്ല ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നമ്മൾ പറയാത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ്ക്. നമുക്ക് സിംപ്ലി അവരുടെ അടുത്ത് ചോദിക്കാം അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി ബി എ ഗുഡ് ലിസണർ. അവർ പറയുന്നത് മാത്രം കേൾക്കുക. അവരുടെ അടുത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിംപ്ലി ബി എ ഗുഡ് ലിസണർ. ബിക്കോസ് ഐ ബിലീവ് ദർ ഈസ് എ ടൈം ആൻഡ് പ്ലേസ് ഫോർ പോസിറ്റീവ് തിങ്കിങ്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഗ്രീഫ്. അല്ലെ, നമ്മള് like we are not looking to cheer someone up or solve their pain. So that person is going to stay dead no matter how many times you think positive about it. അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എസ്പെഷ്യലി നമ്മൾ വിചാരിക്കുന്ന പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളില്ലേ, ഗോഡ് നീഡഡ് അനദർ ഏഞ്ചൽ. നോ, ഹി ഡിഡ്ന്റ്. അല്ലെ, ദൈവത്തിന് അങ്ങനെ ഒരു ഏഞ്ചലിനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്നാ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഹീസ് ഇൻ എ ബെറ്റർ പ്ലേസ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ എത്ര വയസ്സായി എന്ന് ചോദിക്കോ, ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരുന്നല്ലോ, എത്രയോ പേര് നേരത്തെ തന്നെ കമ്പാരിസൺ, എത്രയോ പേര് നേരത്തെ തന്നെ മരിച്ചു പോകുന്നു, അപ്പൊ ഇത്ര നാൾ ജീവിച്ചിരുന്നല്ലോ, വേദന അറിയാതെ മരിച്ചു പോയല്ലോ. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയണമെന്ന് തോന്നും. നമ്മൾക്ക് വിചാരിക്കും അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷെ അതങ്ങനെ ഹെൽപ്പ് ചെയ്യണം നിർബന്ധമില്ല. അതുകൊണ്ട് സിംപ്ലി ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ഓഫ് കോഴ്സ് അത് അവരെ കൂടുതൽ വിഷമിപ്പിക്കാനായിരിക്കും ചാൻസ്. കാരണം വാട്ടെവർ യു സേ അവരുടെ സിറ്റുവേഷൻ മാറുന്നില്ല, അല്ലെ. അപ്പൊ വേറെ ഒരു പരീക്ഷയ്ക്ക് തോക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഒരാൾ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് അതിനെ ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അപ്പോൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സിംപ്ലി ബി എ ഗുഡ് ലിസണർ. അവർ പറയുന്നത് കേൾക്കുക. അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക. കാരണം എനിക്ക് വെരി ഇൻട്രസ്റ്റിംഗ്ലി, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 10 വർഷമായി. ഒറ്റ തവണ ഞാൻ ഇന്ത്യനെ മിസ് ചെയ്തിട്ടുള്ളൂ. ആ ദിവസം എന്റെ ചാച്ചൻ മരിച്ച ദിവസമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ ന്യൂയോർക്കിൽ പോയി ഒരു ദിവസം ഫുൾ ന്യൂയോർക്കിൽ ഇരുന്നിട്ടാണ് എന്റെ വിസ കിട്ടിയത്. അപ്പൊ ഫുൾ ഡേ ഓഫ് കോഴ്സ് ചാച്ചൻ മരിച്ചതിന്റെ ഷോക്കിലായിരുന്നു. ഞാൻ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, കാരണം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, വിശപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഒരു 14-16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഭയങ്കര തളർച്ച തോന്നി, വിശക്കുവാണ്. ഓഫ് കോഴ്സ് ഒത്തിരി റെസ്റ്റോറന്റുകളൊക്കെ വെളിയിലുണ്ട്, പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല. ആ ഒരു ദിവസം മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ചത്, ആരെങ്കിലും എനിക്കൊരു കഞ്ഞിയും പയറും കൂട്ടി തന്നായിരുന്നെങ്കിൽ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നാട്ടിലാണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നി നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ എന്റെ സിറ്റുവേഷൻ മാത്രം പറ്റിയതായിരിക്കാം, പക്ഷെ അങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളൊരു ഗ്രീവിംഗ് പേഴ്സൺ ആണെങ്കിൽ, സോ വെൻ ടോക്ക് അബൌട്ട് ഗ്രീഫ്, ചൂസ് യുവർ ഓഡിയൻസ് കെയർഫുള്ളി.
കാരണം എല്ലാവർക്കും നമ്മുടെ ഗ്രീവിംഗ് പ്രോസസ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാർ നമ്മളെ കൂടുതൽ വിഷമിപ്പിച്ചേക്കാം. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് എന്തുകൊണ്ടോ ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടെ ലോജിക്കലായി എടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓ ഇത്രയും വയസ്സായില്ലേ എന്നുള്ള കമന്റ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ താങ്ക്ഫുള്ളി എനിക്കത് അത്രയ്ക്കും എന്നെ അഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വേറെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർക്കൊക്കെ ഒത്തിരി വിഷമായിട്ടുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ആൾക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അറിയാതെ പറയുന്ന കമന്റ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ജസ്റ്റ് സിംപ്ലി ബി പ്രസന്റ് ഫോർ ദം, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് ഫിണറലിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിണറലിന് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. സോ ജസ്റ്റ് പ്രസന്റ് വിത്ത് ദം, ലൈക്ക് അവർക്കെന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കുക. ആ ചടങ്ങിൽ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് തോന്നുവാണ് അവർക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന്, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ സമയത്ത് നമ്മൾ എന്ത് കമന്റ് പറയുമ്പോഴും നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിഷമം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളൊരു ഫ്യൂണറലിൽ പോയാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം ഇനി ആള് ചിരിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് കേട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്, ഒരു ഫ്യൂണറലിന് പോയിട്ട് അതിനകത്തെ ഒരു പാർട്ട്ണർ വിചാരിച്ചത്ര സങ്കടത്തിലല്ലായിരുന്നു എന്നുള്ള ഒരു കമന്റ് വേറെ ആൾ പറഞ്ഞ് ഞാൻ കേൾക്കുകയുണ്ടായി. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഫ്യൂണറലൊക്കെ പോകുമ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കമന്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അവരുടെ സിറ്റുവേഷൻ അവർ കടന്നു പോകുന്ന ഒരു കാര്യമോ നമുക്ക് അറിയത്തില്ല. അപ്പം ദയവ് ചെയ്ത് നമ്മൾ വേറൊരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്നിനെയും കമന്റ് ചെയ്യാതിരിക്കുക. അവർക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കുക. അവർക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം നിങ്ങൾക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അൺനെസസറി കമന്റ് പരമാവധി ഒഴിവാക്കുക. ഗ്രീവിംഗ് പ്രോസസ്സ് ഓരോരുത്തർക്കും ഓരോ സമയമാണ് എടുക്കുന്നത്. ഞാൻ വായിച്ചൊരു കാര്യമാണ്, കുട്ടികളൊക്കെ മരിച്ച പേരൻസിന് ഒരുപാട് 10 വർഷമൊക്കെ എടുക്കും അത് എന്താ പറയുക ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോകാനായിട്ട്. അത്രയും നാളെടുക്കും, എസ്പെഷ്യലി കുട്ടികളൊക്കെ മരിച്ച ആൾക്കാർക്ക് അത്രയും നാളെടുക്കുമെന്നാണ് ഞാൻ വായിച്ചത്. അപ്പം ഓരോരുത്തരുടെ ജേർണി ഡിഫറെന്റ് ആണ്. പിന്നെ എന്താ പറയുന്നത്, യങ് ആയിട്ടുള്ള ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരിടുന്ന വസ്ത്രധാരണത്തെ കമന്റ് പറയുക, അല്ലെങ്കിൽ അവര് ഈ ഭാര്യ ഹാപ്പി ആയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ഹാപ്പി ആയിരിക്കുന്നത് മറ്റേ ആളുടെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുക. അവരവരുടെ ജീവിതം എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടെ മുഖത്തെ ചിരി കണ്ടിട്ട് അവരുടെ ഉള്ളിൽ സങ്കടമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ജീവിതമല്ലേ. അപ്പൊ ദയവ് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യാതിരിക്കും, അവരെ ലീവ് ദം അലോൺ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്താ പറയുന്നത്, യങ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട് പറയും, ഓ എന്തായാലും യങ് ആണല്ലോ അപ്പൊ വേറെ ഒരു പാർട്ണറിനെ കിട്ടാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ അവരുടെ തന്നെ മുഖത്ത് നോക്കി പറയുക. അല്ലെ, അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ട് ആ ഗ്രീവിംഗ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ക്ലിനിക്കൽ ഡിപ്രഷനിലോട്ട് വരെ പോകാവും, അല്ലെങ്കിൽ PTSD വരെ ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ എന്താ പറയുക ഒരാൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. നമുക്ക് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ പോകാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പരമാവധി ഇങ്ങനത്തെ അവരെ ഹേർട്ട് ചെയ്യുന്ന കമന്റ്സ് നമ്മൾ പറയാതിരിക്കുക. ഞാൻ ജോലിയിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് എന്റെ ജോലിയിലുള്ള എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ച മെസ്സേജ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് എനിക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നിയത്. സോ ഷീ ജസ്റ്റ് സിംപ്ലി എന്നോട് പറഞ്ഞു, ലൈക്ക് ഐ എം സോ സോറി, ഐ ക്യാൻ ഇമാജിൻ വാട്ട് യു ആർ ഫീലിംഗ് റൈറ്റ് നൗ. സോ അതാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് മെസ്സേജ് അല്ലെ നമുക്ക്. സോ ഇൻസ്റ്റഡ് എനിക്ക് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ, റൈറ്റ്? സോ ഐ preferred that, like my friend said, I'm so sorry that, and I cannot imagine what you're feeling right now, and I'm honestly don't have the right words to say, but I'm here for you. So അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും അധികം എനിക്ക് പേഴ്സണലി സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയിട്ടുള്ള മെസ്സേജ്, ഇൻസ്റ്റെഡ് ഓഫ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് നോ. കാരണം സോ ഐ സിംപ്ലി ഡോണ്ട് തിങ്ക് യു ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്. സോ അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേര് ചുറ്റിനും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ വിഷമം അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അതൊക്കെ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുവാണ്ടിരുന്നു. അല്ലെങ്കിൽ എസ്പെഷ്യലി പ്രായം പറയുമ്പോൾ ഇത്ര നാള് ജീവിച്ചിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ചാച്ചന്റെ കൂടെ അറിയാം. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ എന്റെ ചേച്ചി അല്ലെങ്കിൽ എന്റെ ഏറ്റവും മൂത്ത സിബ്ലിംഗ്, ഞാൻ വീട്ടിലെ ഇളയതാണ്. അപ്പം എന്റെ ഏറ്റവും മൂത്ത സിബ്ലിംഗ് സ്പെൻഡ് ചെയ്യ എത്ര സമയം എനിക്ക് എന്റെ പേരന്റിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വയസ്സായി എന്നുള്ള കാര്യം എനിക്ക് ആപ്ലിക്കബിൾ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൂടെ നിന്നിട്ടില്ല, ഞാൻ എപ്പോഴും പഠിക്കാനും ഒക്കെ ആയിട്ട് അകലെയായിരുന്നു. അപ്പം ഈ പറയുന്ന ഡയലോഗ് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല മറ്റേ ആളെ എങ്ങനെയാണ് ജീവിച്ചത്. അപ്പൊ നമ്മൾ ബെറ്റർ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡയലോഗ്, എനിക്ക് ഈ ഡയലോഗ് ഒക്കെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അഗൈൻ എനിക്കറിയാം, താങ്ക്ഫുള്ളി ആസ് ഐ സെഡ് ബിഫോർ, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ പേഴ്സൺ അല്ല. ഞാൻ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മെസ്സേജ് അയച്ച ആളുടെ മച്യൂരിറ്റി അത്ര ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഴപ്പമേ ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ എടുക്കണമെന്നില്ല. എല്ലാവർക്കും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായ സിറ്റുവേഷൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കമന്റ് കേട്ടിട്ട്. പക്ഷെ ഞാൻ പൊതുവെ ഈ എല്ലാ കമന്റും എന്റെ തലയിൽ കയറി, ഒരു മെസ്സേജുകളും എന്നെ തലയിൽ കയറിയിട്ടേ ഇല്ല ഒന്നും. ഞാൻ except I still remember like my friends and me like I don't know what to say. That is the true situation. അത് അങ്ങനെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്റെ ചാച്ചൻ മരിച്ചതിന് ശേഷം ഞാൻ വേറെ ആരും മരിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. അത് സത്യമാണത്, അതാണ് സത്യമായ കാര്യം. സോ നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ, അക്സെപ്റ്റൻസ്,
ഇങ്ങനത്തെ സ്റ്റേജുകളാണ് നമ്മൾ പറയുന്നത് ഗ്രീവിംഗ് പേഴ്സൺ കടന്നു പോകുന്നത്. ഞാൻ മുൻപ് പ്രതിപാദിച്ചതുപോലെ തന്നെ ഈ എല്ലാ സ്റ്റേജുകളും നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളും ഈ സ്റ്റേജിൽ കൂടെ എല്ലാം കടന്നു പോകും. ഡിനയൽ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, പിന്നെ ആങ്കർ ആയിരിക്കും. നമുക്ക് ആ സിറ്റുവേഷനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. യു ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് ക്രൂവൽ ആൻഡ് അൺഫെയർ. ആ സെയിം ആയിരിക്കും നമ്മൾക്ക് നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോഴും തോന്നുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഡിഡ്ന്റ് സ്പെൻഡ് ഇനഫ് ടൈം വിത്ത് മൈ ഡാഡ്, സോ ദാറ്റ് ഈസ് സോ അൺഫെയർ ഹാപ്പൻ വിത്ത് മീ. അതുപോലെ ബാർഗെയിനിങ്. സോ ലൈക്ക് ചില ആൾക്കാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇപ്പൊ പറയത്തില്ലേ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഡെത്ത് ഉണ്ടെങ്കിൽ പറയുവാണ്. ഇപ്പൊ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണത്തില്ലേ 1 മണിക്കൂർ മുൻപേ കൊണ്ടുവന്നായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടെ. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ബാർഗെയിനിങ് കാര്യം ഒത്തിരി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഹോപ്പ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാവും. അതുപോലെ ഡിപ്രഷൻ. സോ ദ പെയിൻ നമ്മൾ ആ ഒരു സ്റ്റേജിൽ കൂടെ ഡെഫിനറ്റ്ലി കടന്നു പോകും. സോ ലൈക്ക് വി വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ദാറ്റ് സ്റ്റേജ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഓരോ നല്ല മെമ്മറീസും ഞാൻ ആ നിമിഷം ഞാൻ എന്താ പറയുക 3 വർഷമായിരുന്നു അതിൽ എന്റെ ചാച്ചൻ മരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ ചാച്ചൻ പറഞ്ഞ ഓരോ നല്ല വാക്കുകൾ ഓർക്കുമ്പോൾ ഞാൻ ആ നിമിഷം ഞാൻ കരയും. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഓർത്താൽ ഞാൻ അപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. സോ ദ പെയിൻ ദാറ്റ് ഈസ് സ്റ്റിൽ റിയൽ. ലൈക്ക് എനിക്ക് ആ ഒരു നല്ല കാര്യം എന്റെ അടുത്ത് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ നിമിഷവും അല്ലെങ്കിൽ ആ വാക്ക് ഞാൻ ഓർത്താ എനിക്ക് അപ്പോൾ ആ നിമിഷം ഞാൻ എവിടെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും എനിക്ക് എന്റെ കണ്ണ് നിറയും. അക്സെപ്റ്റൻസ് ഇസ് വെയർ. മരണം എന്നുള്ള സത്യത്തെ, നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള സത്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം നമ്മൾ വന്നു ചേരും. അത് ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ആണ്. അത് ആര് മരിച്ചു എന്നിരിക്കും, നമ്മൾ എന്തുമാത്രം അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും, അയാൾ നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നു എന്നുള്ളതൊക്കെ അനുസരിച്ച് ഈ അക്സെപ്റ്റൻസ് സ്റ്റേജ് വരെ നമ്മൾ എത്തുന്ന ആ ഒരു കാലം ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇത്രയും നേരം ഞാൻ ഷെയർ ചെയ്തത് എന്റെ പേഴ്സണൽ ഗ്രീവിംഗ് ജേർണിയാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാൻ ഒത്തിരി ആഗ്രഹമുള്ളത് എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. എന്റെ ചാച്ചൻ എങ്ങനത്തെ ഒരു പേരന്റ് ആണ് എന്നുള്ളത് എല്ലാവരും അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ചാച്ചനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് പറയുന്നത് കുറവാണ്. ഞാൻ ഇപ്പോഴും പ്രസന്റിൽ എന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഒത്തിരി ആൾക്കാരുടെ അടുത്ത്, എന്റെ അടുത്ത് ജനറലി ചോദിക്കുവാണെങ്കിൽ എന്റെ ചാച്ചൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ഇന്ത്യയിലാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ അതിപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ്. ഞാൻ അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരുടെ അടുത്ത്, ഇപ്പം കാഷ്വൽ ആയിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറ് പോലുമില്ല എന്റെ ചാച്ചൻ മരിച്ചു പോയിന്ന്. ഞാൻ കാഷ്വലി ഞാനിങ്ങനെ എന്ത് ചോദിക്കുകയാണ്, പേരൻസ് ഒക്കെ എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിലാണ്, അങ്ങനെ ഞാൻ ജനറൽ ആയിട്ട് പറയത്തുള്ളൂ. ഇനി ഞാൻ എന്റെ ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ചാച്ചൻ നല്ല പേരന്റ് ആണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനകത്തെ പാസ്റ്റ് ടെൻസ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കാറില്ല. അതുപോലെ എനിക്ക് ഗ്രീവിംഗ് പ്രോസസ്സിൽ പോയപ്പോൾ എനിക്ക് ഉണ്ടായ വേറൊരു വിഷമം ഉണ്ടായ ഒരു കാര്യമാണ്, എനിക്കറിയത്തില്ല എല്ലാവർക്കും എങ്ങനെയാണ്. ഞാൻ പണ്ടും ഒരിക്കലും നമ്മളുടെ നാട്ടിലെ ചില മലയാളം വാക്കുകൾ, ബോഡി എടുത്തോ, ശവമടക്കം എപ്പോഴാ, അങ്ങനത്തെ വാക്കുകൾ ഞാൻ പേഴ്സണലി ചെയ്യാറില്ല. ഞാൻ പൊതുവെ ചോദിക്കാറ് ചടങ്ങ് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇന്ന ആള് വീട്ടിൽ എപ്പോഴാണ് കൊണ്ടുവരുന്നത്, അയാളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ പറയാറുള്ളൂ. ഞാൻ ഇങ്ങനെ ഈ ശവമടക്കം എപ്പോഴാണ്, ബോഡി എപ്പോഴാണ് വീട്ടിൽ കൊണ്ടുവരിക, അതൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കാറുണ്ട്. നമുക്കിപ്പോൾ നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേരന്റിങ് എന്തുമാത്രം കുട്ടികളെ ഫ്യൂച്ചറിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകാനും അവരെ തന്നെ സ്നേഹിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ ചാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അന്ന് ഞാൻ അറിയാതെ പോയ കാര്യമാണത്. എന്നെ എന്തുമാത്രം അത് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു 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 കടലാസ് കിടക്കുവാണ് നിലത്ത്. ഞാൻ എന്റെ 5 ചേട്ടന്മാരുടെ കൂടെ വളർന്ന ഒരാളാണ്. എന്റെ ചാച്ചൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ പെങ്കൊച്ചായതുകൊണ്ട് ആ കടലാസ് എടുത്ത് കളയണമെന്ന്. കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാനത് എന്റെ ചാച്ചൻ പറഞ്ഞിട്ടുള്ളത്, അത് ആരാണോ ഇട്ടത്, 2 റൂളാണ്. ആരാണോ ഇട്ടത് അത് അവരെടുത്ത് കളയുക. സെക്കൻഡ്, ആരാണോ അത് ആദ്യം കണ്ടത് അവരതെടുത്ത് കളയുക. ഈ 2 റൂളിൽ ഒന്നാണ് പാലിക്കപ്പെടേണ്ടത്. അല്ലാതെ ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം എനിക്ക് വീട്ടിലെ ക്ലീനിങ്ങിന്റെ ചുമതലയില്ലായിരുന്നു, വീട്ടിലെ കുക്കിങ്ങിന്റെ ചുമതലയില്ലായിരുന്നു. അതിന് പകരം ആരാണോ കേപ്പബിൾ, ആർക്കാണോ അത് അറിയാവുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ഇഷ്ടമുള്ളത് അവർ ചെയ്യുക. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുക. ഇപ്പൊ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് അത് ചെയ്യാം. ആർക്കും ഇഷ്ടമില്ലാത്ത കേസാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചെയ്യാം. ഈ ഒരു കാര്യമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ ചേട്ടന്മാരൊക്കെ മിറ്റടിക്കുമായിരുന്നു, കുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ വളർന്നു വന്ന ആ വീട് എന്നെ ഒരുപാട് പിന്നീട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം എന്നെ എപ്പോഴും എന്റെ ചാച്ചൻ ഈക്വൽ ആയിട്ടാണ് കരുതിയിരുന്നത്. എനിക്കത് അന്ന് അതിന്റെ വില മനസ്സിലായില്ല. പിന്നെ ഞാൻ അത് ഒരുപാട് വീടുകളിൽ അത് കാണാതായപ്പോഴാണ് എന്തുമാത്രമാണ് എനിക്കത് എന്റെ ചാച്ചൻ കോൺഫിഡൻസ് തന്നത്. ഒരേ ഒരു കാര്യത്തിലാണ് എന്റെ ചാച്ചൻ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. പത്രമൊന്നും വായിക്കാതിരിക്കുക, ഇപ്പൊ കറന്റ്ലി നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് അവെയർ അല്ല, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റി നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അൺഫെയർനെസ് സംഭവിച്ചു ഞാൻ മിണ്ടാതിരുന്നു.
ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് ചാച്ചൻ കളിയാക്കിക്കൊണ്ടിരുന്നത്. ചാച്ചൻ സർക്യാസത്തിന്റെ ഉസ്താദായിരുന്നു, നന്നായി സർക്യാസത്തിന് ചെയ്യാൻ അറിയാമായിരുന്നു. അപ്പം എന്നെ പരിഹസിച്ചിരുന്ന ആകെപ്പാടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. ഇങ്ങനെ അല്ലാതെ എന്നെ ഒരു തരത്തിൽ പോലും, എന്നെ എന്നല്ല എല്ലാവർക്കും ഒരേ റൂളായിരുന്നു വീട്ടില്. പെൺകുട്ടിക്കും ആൺകുട്ടിക്കും എന്ന് പറഞ്ഞ് ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾ ഇല്ലായിരുന്നു. ആൺകുട്ടി ആയതുകൊണ്ട് അവര് നന്നായി പഠിക്കണമെന്നോ അവർ സമ്പാദിക്കണമെന്നോ അല്ല. പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുപോലെ പഠിക്കണം, ഒരുപോലെ സമ്പാദിക്കണം. അതിനകത്ത് ഒരു വ്യത്യാസവും ചാച്ചൻ കണ്ടിട്ടില്ല. ഒരിക്കലും എന്റെ അടുത്ത് എന്നാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. ഏറ്റവും അധികം എന്റെ ചാച്ചൻ ഹാപ്പി ആയത് ഞാൻ എന്റെ എക്സാം പാസ്സാകുമ്പോഴും എനിക്ക് ജോലി കിട്ടുമ്പോഴായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും എന്റെ അടുത്ത് ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു ആനക്കാരിയാണെന്നോ കല്യാണം കഴിച്ചാൽ നീ ഈ വീട്ടിൽ നിന്ന് പോകുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞത്, നീ തന്നെ യു ബിൽഡ് യുവർ ഓൺ ഹൗസ്, യു മേക്ക് യുവർ ഓൺ മണി. അതായിരുന്നു ചാച്ചൻ. അത് എല്ലാവരുടെ അടുത്തും സെയിം പോളിസിയും സെയിം റൂളും ആയിരുന്നു. ആണായതുകൊണ്ട് അവർ കൂടുതൽ ജോലി ചെയ്യണം, പെണ്ണായതുകൊണ്ട് കുറച്ച് ജോലി ചെയ്താൽ മതി, പെണ്ണായതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്താൽ മതി, പെണ്ണുങ്ങൾ ജോലി ചെയ്യേണ്ട. അങ്ങനെ ഒരിക്കലും എന്റെ ചാച്ചൻ കരുതിയിരുന്നില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു കാലം വരെ എല്ലാ വീട്ടിലും ഇങ്ങനെയാണായിരുന്നു. ദർ ഈസ് വൺ മൊമെന്റ് ഐ റിയലൈസ് ദാറ്റ് എന്റെ ചാച്ചൻ മാത്രമാണ് ഇങ്ങനെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ കരുതിയിരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ചാച്ചന്റെ വില മനസ്സിലായത്. ഇത് എനിക്ക് എന്തുമാത്രം ലക്കിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചാച്ചനെ കിട്ടിയതില്. ഇതൊക്കെ എന്നെ ഒരുപാട് എന്നെ ആസ് എ പേഴ്സൺ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ കോൺഫിഡൻസിനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ സ്നേഹിക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഒപ്പീനിയൻ പറയാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാനൊരു പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ഒരാളല്ല. അതൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് എന്റെ ചാച്ചൻ എനിക്ക് തന്നിട്ടുള്ള കോൺഫിഡൻസ് ആണ്. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു വീട്ടിൽ തന്നെ ഇക്വാലിറ്റി കണ്ടു വളരുന്ന ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അത് അനുഭവിച്ച ഒരാളാണ്. അത് നമുക്ക് തരുന്ന ആ ഒരു സന്തോഷവും കോൺഫിഡൻസും നമ്മൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനും ആൾക്കാരെ പീപ്പിൾ പ്ലീസർ ആകാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ഡാഡ് ഫോർ നോട്ട് ലിമിറ്റിംഗ് മീ by my gender, for giving me a seat at the table to share my opinion. Thank you, Dad, for showing me that I can build my own house and earn my own money without relying on others. Thank you, Dad, for teaching me to stand up against injustice. Thank you, Dad, for proving that men and women share equal intelligence. Thank you, Dad, for giving me the courage of conviction to speak my truth. Thank you, Dad. I miss you. Thank you for listening Bilingual with Disney. Stay tuned for our next episode. Bye.